ഗോപം ഗുണ്ട എന്ന് പറയുന്ന സാധനമില്ലേ, ആര് ഗോപം ഗുണ്ട ഗോതമ്പുണ്ട എന്ന് ചോദിക്കുമ്പോൾ ഞാൻ തോട്ടത്തിൽ തുമ്മി, നീ തോട്ടത്തിൽ തുമ്മിയാലും പറമ്പിൽ മുള്ളിയാലും എനിക്കൊന്നുമില്ല എന്ന് പറയുന്ന കൗണ്ടറില്ലേ, ഇതിങ്ങനെ ലാസ്റ്റ് ബമ്പർ അടിക്കുകയല്ല അതിനകത്ത്, ഞങ്ങൾ ചിരിച്ചിരിച്ചിരുന്നുണ്ട്, ഞങ്ങളുടെ ബമ്പർ പൊട്ടി എന്നുള്ള പരിപാടിയാണ്. എന്ത് രസമായിട്ടാണ് പോകുന്നതെന്ന് അറിയോ. അത് ലാസ്റ്റ് വരെ ഈ ടൈമിംഗ് എന്ന് പറയുന്നത് എങ്ങനെ കീപ്പ് ചെയ്യുന്നത്, അതാണ് എൻ്റെ ആദ്യത്തെ ചോദ്യം. ലൈവ് സാധനം നമ്മള് റിഹേഴ്സൽ അതുപോലെ ചെയ്തിട്ടാ അത്രയ്ക്ക് തറവായിട്ട് ചെയ്യുന്നത്. അതെ അതെ അതെ. ആ സ്കിറ്റിന്റെ ഏറ്റവും വലിയ അനുഗ്രഹം അങ്ങനെയാണ്. ഞങ്ങൾക്ക് റിഹേഴ്സൽ ചെയ്യാൻ ഒരുപാട് സമയം കിട്ടിയെന്നുള്ളത്, അതുകൊണ്ട് പക്കയായിട്ട് ചെയ്തു. പക്ഷെ എന്മാതിരി ടൈമിങ് ടൈമിങ് നമ്മളതുപോലെ നോക്കും. അത് തന്നെയല്ല, കോമ്പിനേഷന്റെ ഒരിതുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ സ്റ്റേജിൽ ഇപ്പം ഷാജാൻ എന്നെ ഒന്ന് നോക്കിയാൽ എനിക്കറിയാം എന്തോ അവിടെ പറയാനുണ്ട്, അപ്പം ഞാൻ ബ്രേക്ക് ചെയ്ത് കൊടുക്കും. ഇല്ലാത്ത സാധനമാണെങ്കിൽ അപ്പം ഞാൻ എന്തെങ്കിലും ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഒരു നോട്ടത്തെ അറിയാം. അതെ അതെ. അഥവാ എൻ്റെ ഒന്നും പോവുകയാണെങ്കിൽ അത് തിരിച്ചിട്ട് പിടിച്ച് അങ്ങനെ കയറി പോകാനും പറ്റും. പോകെ വന്നിട്ട് അവസാനം മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, ഈ മാർക്കിൽ വന്നെന്നാൽ ശരിയാവുമെന്ന് പറയില്ലേ, അവസാനം മറ്റവൻ മാർക്ക് തരുമ്പോഴത്തേക്ക് പിടിച്ചോണ്ട് വെച്ചു ഇവിടെയാണെങ്കിൽ ശരിയാവും എന്ന് പറയുന്ന സാധനം. നമുക്ക് ഗ്രൂം ചെയ്യുന്ന ഒരാളുണ്ടായിരുന്നു, വിഷ്ണുഗോപാൽ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ആ കണക്ക് കറക്റ്റ് ആക്കി ഇടിച്ചിട്ടാ പുള്ളി പോയത്. ഓ, അത് അടിപൊളി. അത് നമ്മളെന്ന് വെച്ചാൽ പ്രോഗ്രാമിന് പോകുന്നതിന് മുമ്പ് ഈ ലൈറ്റ് നോക്കുമല്ലോ, ലൈറ്റ് നോക്കി നമ്മൾ സ്പോട്ട് ചെയ്ത് വെക്കും. എനിക്ക് അതാ ഓർമ്മ വന്നത്. അതിനെ വരെ ഒബ്സർവ് ചെയ്തിട്ട് ഈ സാധനത്തിൽ സ്കിറ്റിലേക്ക് കൊണ്ടുവരുന്നു എന്ന് പറയുന്നത് ഭയങ്കര രസമുള്ള ഒരു പരിപാടി. നമ്മളൊരു ഇതിലാ ചെയ്ത് ഇത് എങ്ങനെ പോകുമെന്ന് നമുക്കൊരു ഇതുണ്ടായിരുന്നു. കാരണം ആ പ്ലേ ഒക്കെ എന്ന് പറഞ്ഞാല് അത് ഏത് രീതിയിൽ എടുക്കും നമുക്കൊരു ഇതുണ്ടായിരുന്നു. അപ്പം നമ്മുടെ പറഞ്ഞിട്ടുണ്ട് വിഷ്ണുഗോപാല് പുള്ളിയുടെ ചേർന്ന് നമ്മൾ ഈ സ്കിറ്റുകളൊക്കെ ഉണ്ടാക്കുന്നത്. പുള്ളിയാണ് പറഞ്ഞത് ഈ സാധനം ചെയ്യണം. അപ്പം വേറെ ആരോ അത് പ്ലേ ചെയ്ത് നോക്കിയായിരുന്നു മുമ്പ് വേറെ സ്കിറ്റിന് വേണ്ടി, പക്ഷെ അത് വർക്കൗട്ടായില്ല. അപ്പം പറഞ്ഞ് ഷാജൻ ഇത് പറ്റും, ചെയ്ത് നമുക്ക് എടുക്കണമെന്ന് പറഞ്ഞ് ഞങ്ങളെല്ലാം കൊണ്ടിരുന്ന് അങ്ങനെയാണ് ഈ ഗോപം കൊണ്ട് ഉണ്ടായി വരുന്നത്. ശരിക്കും ഇങ്ങനെ പേപ്പർ ഇട്ടിട്ട് ഒട്ടിക്കുന്നതേ എക്സലൻസ് സാധനമാണ്. അതെ, അത് ഫസ്റ്റ് നമ്മൾ തുടങ്ങുന്ന കൗണ്ടർ ആവത്തല്ല തുടങ്ങുന്നത് ഗോതമ്പുണ്ട് എന്ന് പറഞ്ഞ ആ ഒരു സാധനം മാത്രമേ ഉള്ളൂ നമ്മുടെ. പിന്നെ അതെങ്ങോട്ട് നീങ്ങുമെന്ന് അറിയത്തില്ല. അങ്ങനെ നമ്മൾ പിറ്റേ ഷെഡ്യൂൾ അല്ലേ, ഒരു ഷെഡ്യൂൾ അതിലിരുന്നിട്ട് വർക്ക് ചെയ്തു. അത് കുറച്ച് ദൂരം പോയി, കുറച്ച് ദൂരം പോയിട്ട് അതങ്ങോട്ട് അനങ്ങുന്നില്ല. അപ്പോഴത്തേക്കും നമ്മൾ വിഷമത്തോടെ പറഞ്ഞു നമുക്ക് ഈ ഇപ്പം ചെയ്യണ്ട, അടുത്ത ഷെഡ്യൂൾ ചെയ്യാം. പക്ഷെ അങ്ങനെ അത്രയും ടൈം കിട്ടിയോണ്ട് നമുക്ക് ധാരാളം സാധനങ്ങൾ ചെയ്യാൻ പറ്റിയ സമയം അതിനകത്തൊരു പ്രധാന ഘടകമാണ്. അതിന്റെ അടയാളപ്പെടുത്തലിന്റെ ഒരു സർട്ടിഫിക്കറ്റ് നമുക്ക് ഈ അടുത്തിടെയാണ് കിട്ടിയത്. നമ്മുടെ വിഖ്യാതനായ നാടകൃത്തുണ്ട് ഫ്രാൻസിസ് ടി മാവേലിക്കർ, പുള്ളിക്കാരൻ പറഞ്ഞാൽ അത് ഭയങ്കര ക്ലാസ് സാധനമാണല്ലോ, അതെങ്ങനെ നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്ത് എടുത്തുന്നുള്ളതാണ്. കാരണം അതിന്റെ ചില എലമെന്റ്സ് ഒക്കെ നമ്മൾ സാധാരണ കോമഡിയിൽ കൈകാര്യം ചെയ്യാത്ത സാധനങ്ങളാണ്. അതെ. അപ്പൊ പുള്ളി എന്നിട്ട് എന്താ പറഞ്ഞു, എന്തായാലും ഒരു ബ്രില്യൻറ്റ് ചെയ്വനെയായിരുന്നു ആ ചെയ്തത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്നാണ്. അപ്പൊ അദ്ദേഹത്തിനെ പോലെ ആളുടെ എന്നൊക്കെ അവരൊക്കെ അത് ശ്രദ്ധിച്ചു എന്ന് പറയുമ്പോൾ നമുക്കൊരു ചുമ്മാ തള്ളിവിടും എന്നൊരു മാത്രമേ ഉള്ളായിരുന്നു. പക്ഷെ അങ്ങനെ കുറെ സ്റ്റാൻഡേർഡ് ആൾക്കാർ അത് കണ്ടുപിടിച്ചെന്ന് പറയുമ്പോൾ നമുക്കൊരു അഭിമാനബോധം. ഞാൻ എവിടെ പോയാലും പേടിക്കും, അത്ര പേടിയാണെങ്കിൽ വീട്ടിൽ ഇരുന്ന് അസാധ്യമായിട്ടുള്ള സാധനങ്ങളാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സ്കിറ്റാണ്. മഞ്ജു ചേച്ചി ഉണ്ടല്ലോ, മഞ്ജു ചേച്ചി എണീറ്റിട്ട് എനിക്ക് തോന്നുന്നു വയറുവേദനയൊക്കെ എടുത്തു. അതെ അതെ അതെ, വയറുവേദന എടുത്തിട്ട് നമ്മുടെ സാബുവിനെ ശരിക്കും മാന്തുമൊക്കെ ചെയ്യും. ചേച്ചി അങ്ങനെയാണ് അടിക്കുകയൊക്കെ ചെയ്യും. ഈ സാധനം നമ്മൾ ടെലികാസ്റ്റ് ചെയ്യുമ്പോഴാണ് അത് കാണുന്നത്. നമ്മളവിടെ പെർഫോം ചെയ്യുമ്പോൾ പിന്നെ ക്യാരക്ടർ ആയി കഴിഞ്ഞാൽ അങ്ങോട്ടൊന്നും നോക്കത്തില്ല. പക്ഷെ ടെലികാസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് കാണുന്നത്. അതുപോലെ നസീറേട്ടനൊക്കെ ചിരിക്കാൻ പാടാണ്, പക്ഷെ ചിരിച്ചു കഴിഞ്ഞുണ്ടല്ലോ അടിപൊളി ബമ്പർ ചിരിയായിരിക്കും. ഭയങ്കര രസമുള്ള പരിപാടി. ഈ റെസ്പോൺസ് ആ സമയത്ത് നിങ്ങൾ കാണില്ലല്ലോ അല്ലെ, നിങ്ങൾ ഭയങ്കര നമ്മൾ ചെല്ലുന്നു, നമ്മുടെ ജോലി കൃത്യമായിട്ട് ചെയ്തു തീർക്കുക എന്നുള്ളത് മാത്രമാണ് ലക്ഷ്യം. അവിടെ അവരെന്ത് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് വിഷയമല്ല. നമ്മൾ പഠിച്ച ജോലി കൃത്യമായിട്ട് ചെയ്യുന്നു, അത് തെറ്റല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു, കയറുന്നു. വേറൊന്നും നമുക്ക് വിഷയമല്ല. കാരണം ഇത് ഈ 3 പേരല്ലല്ലോ കാണുന്നത്. അവരുടെ മുന്നിൽ പെർഫോം ചെയ്ത് കാണിക്കുമ്പം അവരാണ് നമ്മളെ നിലനിർത്തുന്നത്. അങ്ങനെ ഒരു പ്രാർത്ഥനയേ ഉള്ളൂ. നിങ്ങളുടെ കോമഡി കണ്ടപ്പോൾ ജഗതി ചേട്ടനും ദിലീപും കൂടെ അനുരാഗ് കൊട്ടാരം എന്ന് പറയുന്ന വിനയൻ സാറിന്റെ സിനിമ AK സാജി സാറിന്റെ സ്ക്രിപ്റ്റ് ആണ്. അതിനകത്തൊരു അസാധ്യ സാധനം എന്താണെന്ന് വെച്ചാൽ ഈ 2 ഫ്രോഡുകളാണ്, പക്ഷെ ഈ മറ്റേ ഫ്രോഡാണ് കൂടിയ ഫ്രോഡ്, ജഗതി ചേട്ടന്റെ ക്യാരക്ടർ. അപ്പോ ഈ കണ്ടിട്ടില്ലാത്ത മട്ട് പൈസ അടിച്ചോണ്ട് പോയിട്ട് നീങ്ക ആര് എന്ന് ചോദിക്കും. അപ്പൊ എന്നോട് അപ്പാ നീങ്ക ഇത്ര നാൾ എങ്ക പോയിരുന്നപ്പാ എന്ന് ചോദിക്കും. അപ്പൊ അപ്പുറത്തുനിന്ന് വരുന്നുണ്ട്, നിന്റെ അമ്മയുടെ കൂടെ വിളയാട്ടൊക്കെ പോയാച്ചെന്ന് പറയും. അപ്പോൾ ഉടനെ കൗണ്ടർ വരുന്നുണ്ട്, നന്നായി വിളയാടിയ ഇതിങ്ങനെ പോകുന്നുണ്ട്. അവസാനം ഈ വയറക്കേരി പിടിക്കുമ്പോ ഉദരത്തെ പിടിക്കുന്നത് ഞാനൊരു ഉദരജീവിയാണ്, കങ്കാരുണോ അല്ല കോൺഗ്രസ് ആണ്. സ്പോണ്ടേനിയസ് ആയിട്ട് അത് ഇത്ര സമയം ഒറ്റ സീനില് ഒരു ക്യാമറ വെച്ചിട്ട് കൗണ്ടറൊന്നും ഇല്ല,
ഒറ്റ ക്യാമറ വെച്ചിട്ട് ഒറ്റ ഷോട്ടിൽ ചെയ്തിരിക്കുന്ന സാധനമാണ്. നിങ്ങളുടെ ആ കോപം കൊണ്ട് കണ്ടുപോകണ്ടല്ലോ, അത് ത്രൂ ഔട്ട് ഇങ്ങനെയാണ്. അതിനകത്ത് ഒരു സ്ഥലത്ത് പോലും നമുക്ക് മാറ്റിക്കളയാൻ ഒരു സാധനമില്ല. അത്രയും നല്ല സ്ക്രിപ്റ്റ് വർക്കും കൂടെയാണ് കേട്ടോ. ശരിക്കും നിങ്ങൾ എന്ന് മുതലാണ് ഇത് യോജിച്ച് പ്രവർത്തിച്ചു തുടങ്ങിയ? രണ്ടുപേരും നമ്മൾ സ്റ്റേജ് ഷോ ഒക്കെ ഒരുമിച്ച് ചെയ്തുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ഫ്ലവേഴ്സിൽ കുറെ ഞങ്ങൾ ആ ഒരു ടീമുണ്ടായിരുന്നു. പണ്ട് ഏഷ്യാനെറ്റിൽ ചെയ്തുകൊണ്ട് സജി സബാന കപ്പ്യാർ എന്ന് പറയുന്നൊരു വേഷം ചെയ്ത് അയാളും ഞങ്ങളുടെ ഒരു ടീമായിരുന്നു. അവർ ഏഷ്യാനെറ്റിലോട്ട് പോയി, ഞങ്ങൾ ഇവിടെ തന്നെ നിന്നു. ഈ ബേസിക്കലി എന്തൊക്കെയാ പഠിച്ചത്? ഇപ്പം മ്യൂസിക് പഠിച്ചിട്ടുണ്ടല്ലേ? 4 വർഷം മ്യൂസിക് പഠിച്ചു എന്ന് അങ്ങനെയൊക്കെ ആൾക്കാർ പറയുന്നു. ശരിക്കും മ്യൂസിക് പഠിച്ചിട്ട് ഇതുവരെ പാടി കണ്ടിട്ടില്ല. ഇന്ന് ഞാൻ പാടിക്കും. അപ്പൊ ഈ ഇവിടുന്ന് എന്നെ അടിക്കാനാണോ? എന്റെ പാട്ട് കേട്ടാൽ തല്ലു തരുമോ? അതുകൊണ്ടാ ഈ പറയുമ്പോൾ ഈ സ്റ്റേജിലൊക്കെ അത്യാവശ്യം പെർഫോം ചെയ്യുമ്പോൾ പാളിപ്പോകാനുള്ള സാധ്യതയുണ്ട് പണ്ടൊക്കെ. ഇപ്പോഴും നമ്മൾ കുറച്ചുകൂടെയൊക്കെ ഈ ടെലിവിഷൻ പ്രോഗ്രാമിന് വേണ്ടി ചെയ്യുന്നതുകൊണ്ട് പാളലുണ്ടാവില്ല. പാളിയാൽ നമുക്ക് എഡിറ്റ് ചെയ്യാം. അങ്ങനെ എഡിറ്റ് ചെയ്യാൻ പറ്റാത്ത സംഭവങ്ങളൊക്കെ ഒരുപാട് ഉണ്ടായിട്ടുണ്ടാവില്ലേ? സ്റ്റേജ് ഷോയ്ക്ക് കുറെ അത് തിരുവനന്തപുരത്തുള്ളൊരു സമിതിയിൽ പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുമ്പം ചുമ്മാ ആൾക്കാരെ പ്രീതിപ്പെടുത്താൻ വേണ്ടി നീ സ്റ്റേജ് സെക്രട്ടറി കേട്ടോ, സ്റ്റേജ് മാനേജർ ഇന്ന് മുതൽ എന്നൊക്കെ പറയുമ്പം അവർ നമ്മൾ വരുന്ന സമയമില്ല, നമ്മൾ എളിഞ്ഞൊക്കെ നിന്നും കുറേ പ്രശ്നങ്ങളുണ്ട്. ഇതിനകത്ത് പോപ്പുലറായിട്ടുള്ള ആർട്ടിസ്റ്റുകളുണ്ട്, അവരൊക്കെ ഇച്ചിരി ഗമയെടുത്തിട്ട് അവരൊക്കെ സൗകര്യമുള്ളപ്പോഴേ വരൂ, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം ഇവർ വരാത്തിടത്തോളം ഇവിടെ ടെൻഷനാണ്. ആൾക്കാർ വന്ന് എത്തിയോ ഇല്ല, അപ്പോൾ അവർക്ക് കുഴപ്പമില്ല, ഇവിടെ നിൽക്കുന്ന നമുക്ക് ടെൻഷൻ. അപ്പോൾ ഇടയ്ക്ക് വെഞ്ഞാറമൂട്ടിലൊരു സ്റ്റേജിൽ കുറേ നമ്മളെ കൂട്ടുകാരെ തന്നെ വന്ന് ചോദിച്ചാൽ എടാ പുള്ളി വന്നോ? ഇല്ല വരും, ഇപ്പോൾ വരും. കുറച്ച് നേരം കഴിഞ്ഞ് വേറൊരു കമ്മിറ്റിക്കാരൻ വന്നിട്ട് സ്റ്റേജ് സെക്രട്ടറി ആരാ? ഞാൻ അച്ഛനാ പുള്ളിക്കാരൻ വന്നത്. അതെ, പിന്നെ ഇത്ര സമയത്തിന് തുടങ്ങണം, അതുകൊണ്ട് കേട്ടോ. ഓ ഇപ്പോൾ വരും. കുറച്ച് കഴിഞ്ഞ് മറ്റേ പഴയ കൂട്ടുകാർ വന്ന് ഡേയ് വന്നാ? ടോൺ മാറി. ഞാൻ ഇല്ലല്ലേ ഇപ്പോൾ വരുമോ? ഇവന്മാർ മാറി. അമ്മമാരുടെ അനിയന്മാർ വന്നു, എല്ലാം ജിംനേഷ്യത്തിലേക്ക് പോയി ഇങ്ങിരിക്കുന്നു കുറേ. സ്റ്റേജ് സെക്രട്ടറി ആരാ? ഞാനാ. ഒറ്റ അടി ഞാൻ ചെറ്റയുണ്ട് സാറില്ല, അതും പൊളിച്ചുകൊണ്ട് വെറുതെ കണ്ടെത്തി വീണു. ശരിക്കും എഴുന്നേക്കണമെന്നുണ്ട്, പക്ഷേ എഴുന്നേറ്റ് അടുത്തടി കിട്ടും. അവിടെ കിടന്നു അവർ വിചാരിച്ച് അത്തെന്ന് വിചാരിച്ച് അവർ പോയി. അതൊരു വലിയൊരു ദൂരത്തിന് പോവാ. കല്ലറ എന്ന് പറയുന്ന സ്ഥലത്ത് തിരുവനന്തപുരത്ത് പ്രോഗ്രാം ചെയ്തു. പ്രോഗ്രാം പൊളിഞ്ഞ് കൊട്ടയിൽ കയറി. അപ്പം പകുതിക്ക് വെച്ച് നിർത്തിച്ച്. പ്രോഗ്രാം കൊള്ളൂലായിരുന്നു, അതുകൊണ്ടാണ്. അപ്പം വാരി കെട്ടിക്കൊണ്ട് പോവാ. ബോക്സ് 85 കിലോയാണ്. അത് ചുമന്ന് മലയുടെ മേളിൽ കയറ്റി ഞാൻ. കാരണം അടി മേടിക്കാനൊക്കെ നല്ലത്. പിന്നെ ഓരോ ആൾക്കാരൊക്കെ മറ്റേ കർപ്പൂരം കത്തിച്ച് വെച്ചെന്നൊക്കെ പറഞ്ഞിട്ടില്ലയോ, അതുപോലുള്ള അവസ്ഥകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇല്ല, അതുപോലുള്ളൊരു അവസ്ഥ. കാരണം ഇങ്ങനെ സാധനം എടുത്തോണ്ടിരിക്കുന്ന വാ ചായ കുടി മോനെ. ഓ ശരി, ഏതാ ചായ വേണ്ട? എന്തേലും ചായ കുടിക്കാൻ തുടങ്ങിയ നാണമില്ലൂടാ ഇങ്ങനെ വല്ലവൻ്റെ ഈ അനത്ത വെള്ളം മേടിച്ച് കുടിക്കാൻ ഒരു പരിപാടി കൊണ്ട് വന്നേക്കുന്നത്. അപ്പോൾ ജോലി ജീവിക്കടാ, ചായ കുടിക്കാനൊക്കെ കളയാനൊക്കെ കളഞ്ഞാൽ അവനടിക്കും. ചെകുത്താനും കടലിലും നടക്കുന്ന അതുപോലുള്ള കുറേ സന്ദർഭങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ചെറുപ്പത്തിലെ കിറ്റുകളൊക്കെ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം സ്കൂളുകളുടെ. പക്ഷേ ഞങ്ങളുടെ വീട്ടിൽ വലിയ താല്പര്യമില്ല. ഞാൻ ഫാദറിന് ഇപ്പോഴും ഉണ്ട്, സൗണ്ട് സിസ്റ്റം ഉണ്ട്. അപ്പം പറഞ്ഞ് ഈ കോമാളിത്തരം കാണിച്ചു നടക്കാതെ നീ ഇതിലൂടെ പോകണം എന്നും പറഞ്ഞാണ് എന്നെ പോകുന്നത്. പക്ഷേ എൻ്റെ ഒരു സുഹൃത്തുണ്ട്, ഫേമസ് ആയിട്ടുള്ള ആൾ, അനീഷ് കുറിയൻ എന്ന് പറയും. പുള്ളിക്കാരൻ ഈ സമീപത്തുള്ള എവിടെയെങ്കിലും അമ്പലങ്ങളിൽ നാടകക്കാർ താമസിക്കുമോ മിക്സ് താമസിക്കുകയോ ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പുള്ളി പോകും. എന്നിട്ട് അവരെ വിളിച്ചുകൊണ്ട് അല്ലെങ്കിൽ പുള്ളിയുടെ വണ്ടിയെ തന്നെ വീട്ടിൽ വരും. വീട്ടിൽ അറിയാൻ പറ്റത്തില്ല. ഞാൻ ഈ സീസൺ സമയമായി കഴിഞ്ഞാൽ ഞാൻ കിടക്കുന്ന മുറിയുടെ ഒരു ഗ്ലാസ് തുറന്നിട്ടേക്കും. അവിടെ ഒരു വടി ഇരിപ്പുണ്ട്. ഒരു ജുബയും മുണ്ടും മടക്കി കവറിനകത്തിട്ട് അലമാരിക്കകത്ത് വരുമ്പോൾ ഇതിങ്ങനെ വരും. ഇവന് ജനലിങ്ങനെ തുറന്നിട്ട് കമ്പിട്ട് ഇങ്ങനെ കുത്തും. ചോദ്യമില്ല, പറച്ചിലൊന്നുമില്ല. ഇതെടുത്ത് കക്ഷത്തി വെക്കും, കഥ തുറക്കും, പതുക്കെ ഇറങ്ങി എവിടെയും പരിപാടിയായിരിക്കും. അന്ന് പരിപാടിക്ക് പരിപ്പോടെയോ കട്ടൻ കാപ്പിയോ ഒക്കെ കിട്ടിയാൽ കിട്ടി, ആ ഒരു ഇതിലാണ്. അങ്ങനെ ഒരു ദിവസം ഒരു പരിപാടിക്ക് ഇങ്ങനെ പോയപ്പം ഞങ്ങളുടെ ഫാദറിന് ഇഷ്ടമല്ല, എനിക്ക് ഭയങ്കര പേടിയാവില്ല. ഞാൻ എൻട്രി ആയി, സ്കിറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എൻട്രി ആയി ഡയലോഗ് പറയാൻ ഇങ്ങനെ വരുമ്പോൾ ഞങ്ങളുടെ ഫാദർ ഫ്രണ്ടിൽ വടിയും കൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു. ഞാൻ ഈ ഡയലോഗ് പറയാൻ ഇറങ്ങി പുറകെ കൂടെ ഓടി. ആ സ്കിറ്റ് എങ്ങനെയായി തീർന്നു പോലും ഇപ്പോഴും നമുക്കില്ല. അങ്ങനെ മറ്റേ മാല പണയം വെപ്പിച്ചിട്ടുണ്ട്, അങ്ങനത്തെ കഥയുണ്ട്. പുള്ളി അങ്ങനെ എടുക്കാനുണ്ട്, ഇരിക്കട്ടെ മാലക്കഥ പറയട്ടെ. അത് ഇതുപോലെ തന്നെ അനീഷും ഞങ്ങളെല്ലാം കൂടെ ആറാട്ടുപുഴ എന്ന് പറഞ്ഞ സ്ഥലത്ത് പള്ളിയിലെ പരിപാടി പെരുന്നാൾ. അപ്പോൾ ഞങ്ങളിങ്ങനെ ചെറിയ പരിപാടി നടക്കും. വൻപിച്ച ടീമാകാൻ ഞങ്ങൾക്കൊരു ആഗ്രഹം. അപ്പോൾ ഞങ്ങളെ ഇപ്പോൾ യേശുദാസിനെയൊക്കെ വെച്ച് ഭക്തിഗാനമൊക്കെ വെച്ച് അനിൽ എന്ന് പറഞ്ഞുകൊണ്ട് സംഗീത സംവിധായകൻ, പുള്ളിന്ന് ഗാനമേള പാടുന്ന സമയമാണ്. അപ്പോൾ ആറാട്ടുപുഴ പള്ളിയിൽ ഇവൻ്റെ ഒരു അനീഷിൻ്റെ ഒരു കൂട്ടുകാരൻ. അപ്പോൾ ഞങ്ങൾ ഭയങ്കര പരിപാടിക്കാരാന്ന് പറഞ്ഞ് ഓർക്കസ്ട്ര കൊല്ലത്തു നിന്നാണ് വരുന്നത്. അനിൽ മാത്രമേ പാടാനുള്ളൂ. ഞങ്ങൾ 3 പേരും മിമിക്രിക്കാർ. അന്ന് ഇറങ്ങിയിട്ടില്ല, മിമിക്സും ഗാനമേളയും കൂടെ ഇറങ്ങിയിട്ടില്ല, ഒരുമിച്ചായിട്ടില്ല. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഒരു സാധനം സെറ്റ് ചെയ്തിട്ട്
ഞങ്ങൾ ഒരു ഓട്ടോറിക്ഷയിലാണ് ഇവിടെ ആറാട്ട് വിളിച്ചിരുന്നത്. 7 മണിക്ക് വരും, 7:30 പരിപാടി. അപ്പോൾ അന്ന് മൊബൈൽ ഫോണോ മറ്റു കാര്യങ്ങളോ ഒന്നും ഉള്ള സമയമല്ല. അപ്പോൾ ഇവിടുന്ന് 4:30 ആയപ്പോൾ ഞങ്ങളവിടെ ചെന്നു, ബൂത്തിൽ കയറി 1 രൂപ കോയിൻ ഇട്ട് വിളിച്ചപ്പോൾ അവതാരം എന്ന് പറഞ്ഞാൽ അവർക്ക് അവരെ എടുത്തിട്ട് പറഞ്ഞു, സമയം പോയി ചേട്ടാ, ഇവിടെ മഴയായിരുന്നു, സൗണ്ട് കയറ്റിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ, ഒരു 7:30 എന്നുള്ള ഒരു 9 മണിയാക്കി ഞങ്ങൾ അങ്ങനെ ചെയ്തു. അപ്പം നമ്മളെന്ത് ചെയ്യുന്നത്, അന്നത്തെ കാലമല്ലേ, പെട്ടെന്ന് പള്ളി സെക്രട്ടറിയുടെ വീട്ടിലോട്ട് അടുത്ത കോയിനിട്ട് വിളിച്ചു. പറഞ്ഞു ചെങ്ങന്നൂർ പ്രത്യേകിച്ച് വണ്ടി ആക്സിഡൻ്റായി, ഒരു 9:30 പരിപാടി. അവർ ചോദിച്ചു അപകടം എന്തെങ്കിലും പറ്റി, ആർക്കൊന്നുമില്ല, 9:30 പരിപാടി, 9:30 10 മണിക്ക് വെച്ചേക്കാം, ഓക്കെ എന്ന് പറഞ്ഞു. 7:30 ആയി, 8:30 ആയി, 9 മണിയായിട്ട് 9:30 ആയിട്ട് ഇവർ വന്നില്ല. ഓർക്കസ്ട്ര വന്നില്ല നമുക്ക് ചെയ്യാൻ പറ്റും. ഞങ്ങളങ്ങോട്ട് വിളിച്ചപ്പോൾ പറഞ്ഞു അന്നേരം പോകുന്നത് അവരെന്ന് പറഞ്ഞു. പിന്നെ ഈ ഇടയ്ക്ക് ബന്ധപ്പെട്ട ഇന്നത്തെ മൊബൈൽ ഫോണൊന്നും ഇല്ല. പക്ഷേ ഒരു 11:30 ആയിട്ട് ഇവർ വരാഞ്ഞപ്പം ഞങ്ങൾ ഈ ഓട്ടോക്കാരനെ വിളിച്ച് പള്ളിയിലോട്ട് വിട്ട് കഴിഞ്ഞപ്പോൾ ഈ സൗണ്ടും എല്ലാം നിർത്തി, വയറും ഒക്കെ ചുറ്റി, ലൈറ്റും എല്ലാം ഓഫ് ചെയ്തിരിക്കും. അപ്പോൾ ഞാനിഷ്ടം പറഞ്ഞാൽ നമുക്ക് വീട്ടിൽ പറ്റാം. അപ്പോൾ അവൻ പറഞ്ഞു എൻ്റെ കൂട്ടുകാരനാണ് ട്രസ്റ്റി, പുള്ളിയെ കണ്ടിട്ട് ഞാൻ വരത്തുള്ളൂ, നിങ്ങൾ പോയിക്കോളാൻ പറഞ്ഞു. ഞാൻ നിന്നെ ഉപേക്ഷിച്ചിട്ട് ഞങ്ങൾ പോകുന്നു. ഈ ട്രസ്റ്റിയുടെ വീട്ടിൽ ചെന്ന് കയറുന്നതേ ഓർമ്മയുള്ളൂ. ചുറ്റിനും ആൾക്കാരും എല്ലാം കൂടെ ആയി, പ്രശ്നമായി. ആക്സിഡൻ്റ് ആണെന്ന് പറഞ്ഞപ്പോൾ ഈ പുള്ളിയുടെ ഒരു അമ്മാവനും ആരാണ്ട ചെങ്ങന്നൂർ SI പുള്ളിയെ വിളിച്ചു, അവിടെ ഒരു ആക്സിഡൻ്റ് ആണെന്നിട്ടില്ല. ലാസ്റ്റ് എടുത്തും വന്ന് സമാധാനിപ്പിച്ചെന്നോട് പറഞ്ഞ് എല്ലാവരും വണ്ടിയെ കയറി, കുഴപ്പമില്ല. എന്നിട്ട് പറഞ്ഞു ആറാട്ടുപുഴ ജംഗ്ഷനിൽ ഒരു ഹോട്ടലിൽ കൊണ്ട് ചെന്ന് ഒന്നും പറയുന്നില്ല, ഇല അങ്ങ് ഇട്ടു, ചോറ്, മീൻ, ഇറച്ചി എല്ലാം കൂടെ എടുക്കാനായിട്ട് വെച്ചിട്ട് പറഞ്ഞു ആഹാരം കഴിക്കുന്നുണ്ട്. ഞാൻ ആദ്യത്തെ ഒരു ടൂറിലെ തൊട്ട് ഇങ്ങനെ കഴിക്കാൻ ഇവിടുത്തെ പറയും, ഒരു 3-4 ചീത്ത വിളിച്ചിട്ട് പറയാം, 27 പേർക്കുള്ള ഭക്ഷണം ഒരു തരി കളഞ്ഞേക്കല്ല, ഇത് കഴിക്കാൻ പറ്റുമോ, കഴിക്കാതിരിക്കാൻ പറ്റും. ലാസ്റ്റ് അവർക്ക് നഷ്ടപരിഹാരം വേണം. അപ്പോൾ ഞങ്ങൾ നാളെ തരാമെന്ന് പറഞ്ഞ് പോകാമെന്ന്. പക്ഷേ ഇന്ന് രാത്രി, അന്നത്തെ കാലത്ത് 10,000 രൂപ. അപ്പോൾ ഞങ്ങൾക്ക് ഒരു പരിപാടിക്ക് 150 രൂപയേ ഉള്ളൂ, 10,000 രൂപ ഇവർ ചോദിക്കുന്നത്. അപ്പോൾ എൻ്റെ കഴുത്തൊരു മാല ഇതുപോലെ കിടപ്പുണ്ട്, അന്നത്തെ കൊണ്ട് ചെറിയൊരു മാല. ഞാൻ ഈ സംഭവം പറഞ്ഞപ്പോഴേ ഇത് ഊരി പോക്കറ്റിലും കിട്ടും. എന്നിട്ട് ഈ അനീഷും ആനലും കൂടെ നാട്ടിൽ പോയി എങ്ങനെയും കുറച്ച് പൈസ സംഘടിപ്പിക്കാനായിട്ട് പോയിട്ട് വന്നപ്പം ഞങ്ങളുടെ അന്നത്തെ ഒരു പഞ്ചായത്ത് പ്രസിഡൻ്റുണ്ട്, ടെലികാശിയും പുള്ളി തന്നെ അടിക്ക് വന്നിട്ടില്ല, TK രാമേന്ദ്രൻ എന്നാണ്, അന്ന് ഭയങ്കര പേരാണ്, അഞ്ഞൂർ സാറെന്ന് പറഞ്ഞ്. പുള്ളിയെ വിളിച്ചുകൊണ്ടാണ് തിരിച്ചുകൊണ്ട് വന്ന്. അപ്പോൾ പുള്ളിയെ കണ്ടപ്പോൾ എനിക്ക് സമാധാനമായി, നമ്മളെ എവിടെ നിന്നാലും രക്ഷപ്പെടുത്തിക്കൊണ്ട് പോകും. അപ്പോൾ ഇങ്ങനെ ചെന്നിട്ട് എന്താ ഞാൻ മാല പോക്കറ്റിട്ട്, അപ്പം കുറച്ച് പൈസ ഉണ്ട് ഇവരുടെ. പുള്ളിയൊരു പ്രത്യേക ശബ്ദമാണ്, ഞാൻ വിവരിക്കുന്നില്ല. ആരെങ്കിലും സ്വർണ്ണം ഇരിപ്പുണ്ട്. അപ്പോൾ അനീഷ് പറഞ്ഞു ഇവൻ്റെ കഴുത്തെ മാലയുണ്ട്. ഞാൻ പറഞ്ഞു എൻ്റെ കഴുത്തിലൊന്നും ഇല്ല. അപ്പം എന്ത് പറഞ്ഞു, ഞാൻ പറഞ്ഞു നിൻ്റെ കെയർ ഓഫ് ആണെങ്കിൽ ഞാൻ തരാം എന്ന് പറഞ്ഞ് മാല എടുത്തു കൊടുത്തു. പുള്ളി ചെന്നിട്ട് സെക്രട്ടറി ചോദിച്ചു സ്വർണ്ണം എടുക്കുമോ, പൈസ ഭയങ്കര ഗാംഭീര്യമുള്ള മനുഷ്യനുണ്ട്, സ്വർണ്ണം എടുക്കുമോ, ശബ്ദം അത്രയാണ്. കുറച്ച് ക്യാഷ്, ബാക്കി സ്വർണ്ണം, കുറച്ച് സ്വർണ്ണം എടുക്കുമോ എന്ന് പറഞ്ഞു. സ്വർണ്ണം എടുക്കാം. പുള്ളി പറഞ്ഞു അന്ന് സ്വർണ്ണത്തിന് വില കുറവല്ലേ, ഇത് ഒരു 2,000 രൂപയുണ്ട്, ബാക്കി സ്വർണ്ണം എത്ര ഉണ്ട്. പുള്ളി മാല ഇങ്ങനെ ഇട്ടിട്ട് ഇത് ഏകദേശം ഒരു 3/4 പവൻ കാണും. ഇവരൊരു 3-4 ചീത്ത വിളിച്ച് പുള്ളിയെ ഓടിച്ചു വിട്ടു. ഞങ്ങൾ പിന്നെ അവിടെ ഇരിക്കുക. ലാസ്റ്റ് ഇവിടെ നിന്നൊക്കെ കുറച്ച് പൈസ സംഘടിപ്പിച്ച് ഇതിൻ്റെ മാലയും കൊടുത്ത് രക്ഷപ്പെട്ടു. വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ മാല തിരക്കുക വീട്ടിൽ. അങ്ങനെ ഞങ്ങളുടെ അവിടുത്തെ ഒരു കൊച്ചാണ്ടായിരുന്നു, ഇവൻ്റെ അനീഷിൻ്റെ ഒരു വാച്ചുണ്ട്, വെസ്റ്ററിൻ്റെ ഒരു വാച്ച് മേടിച്ച് അത് പണയം വെച്ച് പുള്ളിയുടെ 200 രൂപയും മേടിച്ചുകൊണ്ട് ഞാൻ പോയി ഈ മാല എടുത്തു. അപ്പോൾ ഈ വാച്ച് 200 രൂപയ്ക്ക് പുള്ളിക്ക് പണയം വെച്ചിരിക്കുക. അന്നത്തെ കാലത്ത് വെസ്റ്റർ എന്ന് പറഞ്ഞ കമ്പനിയുടെ 9 രൂപ 10 രൂപ ഉള്ള ഈ പുള്ളിക്കാരൻ ഒരു ദിവസം കൊണ്ട് വീട്ടിൽ കയറി വരുന്നു. അവർ പൈസ മേടിച്ച് പറയാൻ ചേട്ടാ പറയില്ലെന്ന്. ഓനെ ഞാൻ പറയത്തില്ല, നീ വന്ന് വാച്ചാ കേട്ടോ, ഗോൾഡൻ കളറൊക്കെ ഉള്ളത്. അതുകൊണ്ട് ഞാൻ അത് കെട്ടിക്കൊണ്ട് പെങ്ങളുടെ വീട്ടിലൊക്കെ പെങ്ങളുടെ മോടെ കല്യാണത്തിന് പോയി. ഞാൻ എന്നെ കൊച്ചാണ്ട് കൊണ്ടാവല്ലോ. പക്ഷേ ഒരു അബദ്ധം പറ്റി പോനെ തിരിച്ചു ഒരു വാച്ചില്ല. പിന്നെ ഇവന് വാച്ച് കൊടുത്തു കൊടുക്കണ്ടേ. ഇങ്ങനെ പറഞ്ഞ് പുള്ളിക്കാരന് മുങ്ങി ആകെ പ്രശ്നമായി. പിന്നെ എപ്പോഴൊക്കെയോ പണ്ട് പരിപാടികളൊക്കെ ചെയ്ത കടമൊക്കെ വീട്ടിൽ ഇങ്ങനെ അങ്ങ് പോകുമായിരുന്നു. എന്നിട്ടാണ് ഇങ്ങനെ ഒരു സ്റ്റേജിൽ വന്നിട്ട് ബമ്പറടിച്ചുകൊണ്ടിരിക്കുന്നത് സ്ഥിരമായിട്ട്. അത് അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് അനുഭവങ്ങൾ. എനിക്ക് തോന്നുന്നു നിങ്ങൾ രണ്ടുപേരുടെയും ഒരു ലുക്ക് ഉണ്ടല്ലോ, അത് നല്ല രീതിയിൽ നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. കണ്ടാൽ ഒരു ഗൗരവ സ്വഭാവമുള്ള 2 മനുഷ്യര്, പക്ഷെ വരുന്ന സാധനം എന്ന് പറയുന്നത് രസമുള്ള ഫ്ലോയിലുള്ള കോമഡി. ശരണി എൻ്റെ അടുത്ത് പറഞ്ഞു ചേട്ടനെ കണ്ടാലേ ചിരി വരുന്നു, അത്രയ്ക്ക് വൃത്തികേടായിരിക്കും വിചാരിച്ചേ. അതെന്താണെന്നറിയോ, ഈ നിരന്തരമായി നമ്മൾ കണ്ടേ നിങ്ങളെ കണ്ടു കഴിഞ്ഞാൽ തന്നെ ചിരിക്കുന്ന ഒരു പരുവത്തിലേക്ക് ആക്കി കഴിഞ്ഞു. നമ്മൾ പറഞ്ഞ കറക്റ്റ്. അല്ല, ഞാൻ ആദ്യം മനോരമ വരുമ്പോൾ മേക്കപ്പ് റൂമിൽ വന്നിട്ടേ ഇപ്പൊ ഈ പുതിയ മേക്കപ്പ് കാരൊക്കെ അപ്പൊ ഞാൻ എന്തൊക്കെ വെച്ചിട്ടിപ്പം ഇപ്പോഴാണ് അവർ പറയുന്നത്. ഞാൻ വെളിയിൽ ഈ പുള്ളി എങ്ങനെ കോമഡി ചെയ്യാനാ,
ആചാനുഭാവവും സൈസും അതെ അതെ അതെ. അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും എന്നെ കാണും ഞാൻ ഭയങ്കര ഗൗരവക്കാരനാണ് മിക്കവരുടെയും മനസ്സിലിരിപ്പ്. ഞങ്ങൾ പക്ഷേ മലയാള സിനിമയിൽ ഗൗരവക്കാരായിട്ടുള്ള എല്ലാവരും കോമഡി ചെയ്ത് സക്സസ് ആയിട്ടുണ്ട്. നിങ്ങളും ഇപ്പോൾ അതേ ഗൗരവക്കാരായിരുന്നാലും സക്സസ് ആവും, കോമഡി ചെയ്താലും സക്സസ്. എനിക്ക് പക്ഷേ ഭയങ്കര ഇഷ്ടം വില്ലൻ റോൾ ചെയ്യാൻ. പക്ഷേ ഇതുവരെ കിട്ടിയിട്ടില്ല. അല്ല അത് കിട്ടും. അല്ല നിങ്ങളിപ്പോൾ ഓൾറെഡി തന്നെ ആൾക്കാരുടെ കണ്ണിൽ പെട്ടിട്ടുണ്ട്. ഇനി അത് ശരിക്കും പ്രൊജക്റ്റായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വന്ന് സംഭവം നടന്നാൽ മതി. അതുവരെ എത്തിയിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ അത്രയും ഫേമസ് ആണ് സത്യം പറഞ്ഞ്. വീട്ടില് നിങ്ങളെക്കുറിച്ച് വൈഫ് പറഞ്ഞൊരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ സ്റ്റേജ് കഴിഞ്ഞിട്ട് പെർഫോമൻസ് കഴിഞ്ഞിട്ട് നിങ്ങൾ അധികം സംസാരിക്കില്ല, പെർഫോമൻസിന് മുമ്പിലും ഒന്നും വലിയ വർത്താനില്ല. പക്ഷെ സ്റ്റേജിൽ കയറ്റി വിട്ട് കഴിഞ്ഞാൽ രണ്ടും പൊളിക്കും. ഭയങ്കര ഒരു നമ്മുടെ വീട്ടിലുള്ള ശീലമാണ്, ഒന്നും മിണ്ടാനൊക്കത്തില്ല. അടി ഉറപ്പാണ്. അതുകൊണ്ടാണെന്ന് ഇതേപോലെ. പക്ഷെ സ്റ്റേജിലൊക്കെ വന്നു കഴിഞ്ഞാൽ എന്ത് പറയാമെന്നുള്ള അവിടെ വിളിച്ചിട്ട് സ്വാതന്ത്ര്യം അതാ